ശ്രീ സി ആർ മഹേഷ് ബട്ടൺ അമർത്തിയിട്ട് എങ്ങോട്ട് നോക്കിയിരിക്കല്ല. സാർ, അങ്ങ് വള്ളംകളിയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. സാർ, പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള വള്ളംകളിയാണ് കരുനാഗപ്പള്ളി ശ്രീനാരായണ ട്രോഫി വള്ളംകളി. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ നടത്തുന്ന ദേശീയപാതയുടെ തീരത്ത് നടത്തുന്ന ഏക വള്ളംകളിയാണ്. സാർ, ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെയും പെടാൻ സാധിച്ചിട്ടില്ല. സാർ, അങ്ങനെ ഈ ലീഗിൽ പെടാത്ത വള്ളംകളിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ധനസഹായം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കും. സാർ, ചാമ്പ്യൻസ് ലീഗിൽ ഇത്തവണ പൊതുവേ ഞങ്ങളത് വിപുലീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സാർ, അത് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എടുത്ത് പരിശോധിച്ചാൽ ഒരു 3-4 ജില്ലകളിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അത് മലബാറിലേക്ക് കൂടി കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചു. നേരത്തെ സഭയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. മലബാറിലെ ടൂറിസത്തിൻ്റെ സാധ്യത വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്തത് കേരള ടൂറിസത്തിന് ഒരു നഷ്ടമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി മലബാറിലേക്ക് കൂടി അത് വ്യാപിപ്പിച്ചു. അത് ഓരോ വർഷവും ഓരോ ജില്ലകളിലേക്ക് വന്നു. മലപ്പുറം ജില്ല, പിന്നീട് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നു, പിന്നീട് കണ്ണൂർ ജില്ലയിലേക്കും വന്നു. അത് വ്യാപിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിലവിലുള്ള സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള പരിശോധനയും നടത്തി. ഓരോ സ്ഥലത്തും കോപ്പിക്കാറ്റ് അതേപോലെ തന്നെ നമുക്ക് വള്ളംകളി നടത്താനാകില്ലെന്ന് നമുക്കറിയാം. അതിൻ്റെ ഓരോ സ്ഥലത്തെയും സാധ്യതകൾ പരിശോധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ബഹുമാനായ അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയ കാര്യം നമുക്ക് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കാവുന്നതാണ്.